ഒരു ഓട്ടോയും ഒരു ബൈക്കും റെഡ് സിഗ്നലിൽ കത്തി നിൽക്കുകയാണ്. ഇപ്പോൾ തട്ടേന്നൊരു വാഹനം വന്നു കഴിഞ്ഞാൽ അത് അപകടത്തിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട്. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. വാർത്ത 24 നിൽക്കുന്നത് അടൂരിലാണ്. പ്രിയപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും PWD മിനിസ്റ്ററുടെയും അടൂർ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ അടൂർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ശ്രദ്ധയിലേക്കാണ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഞാൻ നിൽക്കുന്നത് അടൂരിൻ്റെ മെയിൻ സിഗ്നൽ പോയിന്റിലാണ്. ഇവിടെ നിന്ന് പത്തനാപുരത്തേക്കും അതുപോലെ തന്നെ കായംകുളത്തേക്കും അതുപോലെ തട്ടയിലേക്കും പോകുന്ന പ്രധാനപ്പെട്ട ഒരു സിഗ്നൽ പോയിന്റാണ് ഇവിടെ പല സമയത്തും ട്രാഫിക് സിഗ്നലുകളെ വയലേറ്റ് ചെയ്തുകൊണ്ട് വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നു. വലിയ അപകടങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു സീബ്ര ലൈനുണ്ട്. ഈ സീബ്ര ലൈനിനെ മിക്ക വാഹനങ്ങളും മാനിക്കുന്നില്ല. കാൽനട യാത്രക്കാരൻ ക്രോസ് ചെയ്യാൻ നോക്കുമ്പോൾ അവരെ മാനിക്കാതെ തന്നെ മിക്ക വാഹനങ്ങളും അവിടെ റെഡ് സിഗ്നൽ കത്തുമ്പോൾ തന്നെ വാഹനങ്ങൾ കയറ്റി വെക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതുപോലെ തന്നെ തട്ടയിലേക്ക് പോകുന്ന വഴി നമ്മൾ കാണുമ്പോൾ അവിടെ ഒരു സീബ്ര ലൈൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ മാഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇവിടെ നിരന്തരമായ ട്രാഫിക്കിൻ്റെ ലംഘനങ്ങളാണ്. ഇത് അടൂരിൻ്റെ പോലീസും MPD ഡിപ്പാർട്ട്മെൻറ്റും കാണേണ്ട ഒരവസ്ഥ തന്നെയാണ്. നിരവധിയായ വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ, ബസ് അടക്കമുള്ള വാഹനങ്ങൾ മിക്കപ്പോഴും ഈ റെഡ് സിഗ്നൽ കത്തിക്കുമ്പോൾ അതിനെയൊന്നും വകവയ്ക്കാതെ വണ്ടി ഫ്രണ്ടിലോട്ട് കയറ്റി വെക്കുമ്പോൾ നിരവധിയായ അപകടങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടാകുന്ന യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നിരവധിയായ സംഭവങ്ങൾ കണ്ടതാണ്. ഇതുവഴി വാർത്ത 24 കടന്നു പോകുമ്പോൾ മിക്ക ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ട്രാഫിക്കിൻ്റെ നഗ്നമായ ലംഘനങ്ങൾ കണ്ടതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്ത ഞങ്ങൾ കാണാം. ഇപ്പോൾ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നൊരവസ്ഥയുണ്ട്. റെഡ് സിഗ്നൽ കത്തിയിട്ടും അതിനെയൊന്നും വകവയ്ക്കാതെ തന്നെ വാഹനങ്ങൾ ഫ്രണ്ടിലോട്ട് കയറ്റി വെക്കുന്ന ഒരവസ്ഥ. അപ്പോൾ തട്ടയിൽ നിന്നും വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കൂട്ടിമുട്ടാൻ ഇടയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഡ്യൂട്ടിക്ക് ഒരു പോലീസുകാരനുണ്ട്. പക്ഷേ അദ്ദേഹം ആ സൈഡിലേക്ക് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അദ്ദേഹം വേണ്ട രീതിയിൽ ഇതിൻ്റെ ട്രാഫിക് സിഗ്നലുകളെ ആളുകളെ കടത്തിവിടാനോ വാഹനങ്ങൾ നിയന്ത്രിക്കാനോ തയ്യാറാവത്തും വലിയൊരു വീഴ്ചയായി തന്നെയാണ് വാർത്ത 24 കാണുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ സിഗ്നൽ പോയിന്റിലേക്ക് കടന്നു പോകുമ്പോൾ കൃത്യമായി തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ എല്ലാവിധ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പോകുന്ന സംഭവമുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു സീബ്ര ലൈൻ ഉണ്ടായിരുന്നു. തട്ടയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു സീബ്ര ലൈൻ ഉണ്ട്. ആ സീബ്ര ലൈനിൽ കയറ്റിയാണ് പലപ്പോഴും വാഹനങ്ങൾ റെഡ് സിഗ്നൽ കത്തുമ്പോൾ നിർത്തിവെക്കുന്നത്. ആ സിഗ്നൽ ആണ് ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാം. ഒരു ഓട്ടോയും ഒരു ബൈക്കും റെഡ് സിഗ്നലിൽ കത്തി നിൽക്കുകയാണ്. ഇപ്പോൾ തട്ടേന്നൊരു വാഹനം വന്നു കഴിഞ്ഞാൽ അത് അപകടത്തിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ ഇവിടെ ഒരു ഡ്യൂട്ടിക്കൊരു പോലീസോ ഉദ്യോഗസ്ഥനെ ഇവിടെ മിക്ക സമയം കാണുന്നത്. പക്ഷേ ഈ സമയത്ത് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ റെഡ് കത്തുമ്പോൾ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ കടന്നു പോയിരിക്കുകയാണ്. അങ്ങനെ യാതൊരു വിധമായ ഭയമില്ലാതെ ട്രാഫിക് സിഗ്നലുകളുടെ നഗ്നമായ ലംഘനങ്ങളാണ് പലപ്പോഴും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ അടിയന്തരമായി മോട്ടോർ വാഹന വകുപ്പും അതുപോലെ അടൂരിലെ പോലീസും ശക്തമായി ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണുമെന്ന് തന്നെയാണ് വാർത്ത 24 പ്രതീക്ഷിക്കുന്നത്. സീബ്ര ലൈൻ എന്ന് പറയുന്നത് കാൽനട യാത്രക്കാരന് കടന്നു പോകുന്ന വഴിയാണ്. അവിടെ സിഗ്നലുകൾ വരുമ്പോൾ കൃത്യമായി വാഹനങ്ങൾ നിർത്തി കടന്നു പോകുന്നൊരു സംവിധാനം ഒരുക്കേണ്ടത് എല്ലാ വാഹനങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. ഈ വിഷയങ്ങളിൽ കേരളം വളരെ അലംഭാവം കാണിക്കുന്നു. ബഹുമാനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ നിരവധിയായ ട്രാഫിക് പരിഷ്കാരങ്ങളും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങളും KSRTCയിൽ നിരവധിയായ നൂതന സാങ്കേതിക വിദ്യയെ കൊണ്ടുവരുന്നു. അതിനെല്ലാം നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക്, കാണുന്ന യാത്രക്കാർക്ക് സീബ്ര ലൈനിൽ കൂടി സ്വതന്ത്രമായി കടന്നു പോകുവാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറണം. അതിന് ഉത്തരവാദിത്തപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ശക്തമായ നടപടി സ്വീകരിക്കണം. ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായ പെനാൽറ്റി ഈടാക്കിക്കൊണ്ട് ഈ വിഷയത്തിൽ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയെ തന്നെയാണ് വാർത്ത 24 വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പോഴും റെഡ് സിഗ്നൽ കത്തുമ്പോൾ ഈ ലൈനിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വാഹനങ്ങൾ കയറി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഒരു പരിഹാരം കാണുമെന്ന് തന്നെയാണ് വാർത്ത 24 പ്രതീക്ഷിക്കുന്നത്. അടൂരിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.